Hi, welcome to day 2 of Malaysian series. Good morning. നമുക്ക് ഇന്നത്തെ പ്ലാനിനെ പറ്റി സംസാരിക്കാം. നമുക്ക് ഡേ 2 വളരെ മോർണിംഗ് തന്നെ ഇറങ്ങാം കാരണം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ നമ്മൾ 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഇപ്പം റെഡി ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്ലാൻ 1 ഇസ് ബാറ്റു കേവ്സ്. സോ അതിവിടുത്തെ ഒരു ടെമ്പിളാണ്, മുരുകൻ്റെ ടെമ്പിളാണ്. പ്ലാൻ 2 പിന്നെ പോയി അതായിട്ട് നമ്മൾ നേരെ KL ടവറിലേക്കാണ് പോകുന്നത്. സോ KL ടവറിൽ നമ്മൾ ഇന്നലെ മറ്റേ ട്വിൻ ടവേഴ്സിൽ പോയതുപോലെ തന്നെ ഇവിടെയും ഓരോ ഫ്ലോറിൽ കൊണ്ടുപോയി ടൈമിംഗ് ഉണ്ട്. പിന്നെ ഓരോ ഫ്ലോറിൽ പോയിട്ട് നമുക്ക് അവിടെ എക്സ്പ്ലോർ ഒക്കെ ചെയ്യാം. പിന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട്, അതും പറ്റുവാണെങ്കിൽ ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഫുൾ അഡ്വഞ്ചർ പീപ്പിളാണ്. പിന്നെ ആക്ടിവിറ്റി ഈക്വൽ ഇമ്പോർട്ടൻസ് അതെ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകുന്നതിന് കാര്യമില്ല. പിന്നെ നമ്മൾ ഒന്നെങ്കിൽ അക്വേറിയം പോവും, അല്ലെങ്കിൽ ബേർഡ് പാർക്കിൽ പോകാനാണ് പ്ലാൻ. പിന്നെ രാത്രി സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഹായ് ഓൾ, നമ്മളിപ്പോൾ ഉള്ളത് ബാറ്റു കേവ്സിലാണ്. അറൗണ്ട് 400 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ള ഒരു കേവാണിത്. ഈ കേവ് ലൈം സ്റ്റോൺസ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഈ കേവിൻ്റെ അകത്തൊരു ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ടെമ്പിളുണ്ട്, വിച്ച് ഈസ് 130 years old. അപ്പോൾ അത് ബിൽഡ് ചെയ്ത് 280 സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമ്മൾ ആ ടെമ്പിളിലേക്ക് പോകാൻ. നമ്മളിപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു മുകളിൽ എത്താറായി. ടെമ്പിളിന്റെ പേര് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാർക്ക് അത് പറയാൻ പാടായതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പൊ അടുത്തുള്ള കേവ്സിന്റെ പേരായിട്ടുള്ള ബാറ്റു കേവ്സ് വെച്ചിട്ടാണ് ഈ ഒരു ടെമ്പിൾ അറിയപ്പെടുന്നത്. ആൻഡ് ബാറ്റു മീൻസ് സ്റ്റോൺ. അപ്പം ഇത് ഫുൾ ലൈം സ്റ്റോൺസ് വെച്ച് ഉണ്ടാക്കിയ ഒരു ടെമ്പിൾ. ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ ബാറ്റു മീൻസ് സ്റ്റോൺ. സ്റ്റെപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അടുത്ത് ഭയങ്കര ഒരു പറയേണ്ട കാര്യമാണ്. ബിക്കോസ് വളരെ കളർഫുൾ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇത് ഇവിടുത്തെ ഒരു മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ആൻഡ് മോസ്റ്റ് ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസ് ഇൻ മലേഷ്യയാണ്. ആൻഡ് ഈ ടെമ്പിളിൽ വേറെ പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് മലേഷ്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള മുരുകൻ സ്റ്റാച്ചു ഉള്ളത്. ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പം ഫ്രൈഡേ ഇവിടുത്തെ ആൾക്കാരൊരു ബ്ലെസ്ഡ് ഡേ ആയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പം ഫ്രൈഡേ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്നതാണ്. പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നത് 3 കാര്യത്തിനാണ്. ഒന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും അസുഖം മാറാനോ അല്ലെങ്കിൽ. രണ്ടാമത് വരുന്ന ആൾക്കാർ ഇതിന് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടുള്ളവരാണ്. പിന്നെ മൂന്നാമത് വരുന്ന ആൾക്കാർ ടൂറിസ്റ്റ് ആണ്. ഒബ്വിയസ്ലി ഇതൊരു ടെമ്പിൾ ആണെങ്കിലും മലേഷ്യയിലെ തന്നെ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഇത്. ഇത് പണിഞ്ഞ ആളുടെ പേര് K. തമ്പുസ്വാമി പിള്ളൈ. പണ്ട് കുറേ മുമ്പ്, എത്ര കാലം, ഒരു 400 years ഒക്കെ മുമ്പ് അപ്പം ഇവിടെ ആൾക്കാർ ഇവിടെ ലൈക്ക് റബ്ബർ പ്ലാന്റേഷൻ ഒക്കെ ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ റബ്ബർ പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടി വന്ന ഹിന്ദുസ് ഫ്രം ഇന്ത്യ, അവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ടെമ്പിൾ വേണമായിരുന്നു. അപ്പം അങ്ങനെ പണിതാണ് ഇത്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ തമിഴ് ഫ്രീ സ്കൂൾസ് ഒക്കെ ഉണ്ട്, തമിഴ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ തമിഴ് മീഡിയം. വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പിളിൻ്റെ മുകളിൽ മുരുകൻ്റെ പ്രതിഷ്ഠയാണെങ്കിലും താഴെ തന്നെ ശിവൻ, പാർവതി, പിന്നെ ഗണപതിയുടെ ഒക്കെ 3 ടെമ്പിൾസ് താഴെയുണ്ട്. ഫാമിലി ആയിട്ട് ഉണ്ട്. അപ്പം ഞങ്ങൾ ബാക്കി സ്റ്റെപ്സ് കൂടെ കയറിയിട്ട് ടെമ്പിളിലൂടെ 270 സ്റ്റെപ്സ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ ഒരു മുരുകൻ്റെ സ്റ്റാച്ചു ഉണ്ട്, ഹിഡുമ്പൻ ടെമ്പിൾ. പിന്നെ ഈ ടെമ്പിൾ വരുമ്പോൾ ഡ്രസ് കോഡുണ്ട്. ലൈക്ക് ഷോർട്സ് ഒന്നും ഇട്ട് വരാൻ പറ്റില്ല. ഇപ്പം ഡ്രസ് കോഡ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്നെങ്കിൽ സ്കാർഫ് ഇവിടെ നിന്ന് വാങ്ങിച്ച് ഇടണം, അല്ലെങ്കിൽ വേറെ ഡ്രസ്സ് മാറ്റേണ്ടി വരും. പിന്നെ ഇവിടെ തന്നെ ഓഫറിങ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഷോപ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ആ 270 സ്റ്റെപ്സ് കയറി വന്ന് വീണ്ടും കുറച്ച് സ്റ്റെപ്സ് താഴെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു സ്വാമി ദർശനം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വഴിയുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ലോവർ ടെമ്പിൾ. അതുപോലെ ഇവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് സ്റ്റെപ്സ് ഉണ്ട് താഴെ കഴിഞ്ഞ്. അപ്പോൾ ആ സ്റ്റെപ്സ് കയറി പോകുന്നതാണ് ഇവിടുത്തെ അപ്പർ ടെമ്പിൾ. ടെമ്പിളിൽ ഓഫറിങ്സ് ആയിട്ട് കോഴീനെയൊക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പം കോഴി അല്ലെങ്കിൽ ആടിനെ ഇവിടുത്തെ ആൾക്കാർ വന്ന് കൊടുക്കും. അതിന് ഇവിടെ വരുന്ന ടൂറിസ്റ്റ് അല്ലെങ്കിൽ ടെമ്പിളിൽ വരുന്ന
ഡിവോട്ടീസൊക്കെ ഫീഡ് ചെയ്ത് ഇത് മരിച്ചു പോകുന്നത് വരെ ഇതിനിവിടെ നോക്കിക്കൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ മുകളിൽ ഫുൾ ഓപ്പൺ ആണ്, നമുക്ക് സ്കൈ കാണാം. ഹായ്, സോ നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ നാഷണൽ വെയർ ആയിട്ടുള്ള ബാത്തിക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. അപ്പം ഇതുപോലെ ഓരോ സ്ക്വയർ പീസായിട്ടുള്ള സ്കാർഫ്സ് ആയിരിക്കും. അതിൽ ഇവർ ഫസ്റ്റ് ഒരു വാറ്റ്സ് എടുത്തിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ കളർ എടുത്ത് ലൈക്ക് ആർട്ടിസ്റ്റിന് ഇഷ്ടമുള്ള പോലെ കളേഴ്സ് എടുത്ത് അതിൻ്റെ അത് ഫില്ല് ചെയ്യും. അപ്പോൾ ഈ വാച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് പുറത്തേക്ക് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് മെയിൻലി ഇവർ ഫ്ലവേഴ്സ് ആയിരിക്കും വരയ്ക്കുന്നത്. ആൻഡ് വേറെ വൈൽഡ് ആനിമൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ആൻഡ് ഇതിലെന്താ വരയ്ക്കേണ്ടത്, എന്ത് കളറാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ആർട്ടിസ്റ്റിൻ്റെ ഇഷ്ടമാണ്. ആൻഡ് ഇവർ ഒരു റെഫറൻസ് ഒന്നും വെച്ചിട്ടായിരിക്കില്ലേ ചെയ്യുക, ബിക്കോസ് എല്ലാം ഇവർക്ക് യുണീക്കായിട്ട് വേണമെന്നാണ് ആഗ്രഹം. ഞാനിത് കളർ ചെയ്യാൻ പോവാം. You see the color can stop. Yeah, the color stop because the wax stop the color here. So relaxing. Yeah. ഐസ് നമ്മളിവിടെ മലേഷ്യ വന്നപ്പം സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടു. നമ്മുടെ നാട്ടിലെ കള്ളിമുണ്ട്, മലേഷ്യയിലെ സാരം 45 റിംഗിറ്റ്. ഇതാണ് ഞാൻ പെയിന്റ് അടിച്ച പട്ടം. സ്കാർഫ് വാങ്ങുന്ന ആൾ സൂക്ഷിക്കുക, ഇതിൽ ഐശ്വര്യ വിലപ്പെട്ട സ്കാർഫാണ്. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ഇസ്താന നഗറിലാണ്. It is also known as King's Palace. And ഇവിടെയാണ് നമ്മളുടെ മലേഷ്യയിലെ കിങ് സ്റ്റേ ചെയ്യുന്നത്. ഈ ബ്യൂട്ടിഫുൾ പാലസ് പണിഞ്ഞിരിക്കുന്നത് 2011 96 ഹെക്ടേഴ്സ് വലുപ്പത്തിലാണ്. ആൻഡ് ഇവിടെ മെയിനായിട്ട് 3 ബ്ലോക്സാണ് ഉള്ളത്. പ്രോട്ടോകോൾ, റെസിഡൻറ്റ്, പാലസ് ബ്ലോക്ക്. ആൻഡ് അതിലെ റെസിഡൻസ് ബ്ലോക്കിലാണ് ഇവിടുത്തെ കിങ് താമസിക്കുന്നത്. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് ദിസ് പാലസ് പറയാം. സോ അവിടെ കാണുന്ന യെല്ലോ ഫ്ലാഗ് അവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം കിങ് ഇപ്പോൾ പാലസിലുണ്ടെന്നാണ്. പിന്നെ താഴെ നിങ്ങൾക്ക് കുറേ ഫ്ലാഗ്സ് കാണാം. സോ മലേഷ്യയിൽ മെയിനായിട്ട് 15 ഫ്ലാഗ്സാണ് ഉള്ളത്. സോ ഒരെണ്ണം മലേഷ്യയുടെ നാഷണൽ ഫ്ലാഗ്. പിന്നെ ഇവിടെ 14 സ്റ്റേറ്റ്സ് ആണുള്ളത്. അപ്പം ഓരോ സ്റ്റേറ്റ്സിനും ഓരോ ഫ്ലാഗ് വെച്ചിട്ടാണുള്ളത്. ഈ കൺട്രി പണ്ട് ബ്രിട്ടീഷിൻ്റെ അണ്ടറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരധികം ബ്രിട്ടീഷ് കൾച്ചേഴ്സാണ് ഫോളോ ചെയ്യുന്നത്. കുതിരപ്പുറത്തുള്ള സെക്യൂരിറ്റീസ് അതൊക്കെ ബ്രിട്ടീഷ് മോഡലാണ്. പക്ഷേ ബ്രിട്ടീഷേഴ്സിനെ പോലെ കംപ്ലീറ്റ് സ്റ്റാച്ചു ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ അവർക്ക് 1 hour കൂടുമ്പം ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷ് സെക്യൂരിറ്റീസ് അധികം ഭയങ്കര സ്ട്രിക്റ്റും ആരോടും ചിരിക്കുക അതുപോലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളായിരിക്കും. പക്ഷേ ഇവിടുത്തെ കൾച്ചർ വൈസ് അതിന് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ്, ഈ പാലസിൽ കിങ് എവറി 5 years കൂടുമ്പം ചേഞ്ച് ആവും. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ 14 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന്. അപ്പോൾ അതിൽ 9 സ്റ്റേറ്റ്സിൽ സുൽത്താൻസ് ഉണ്ട്. അപ്പോൾ ഈ സുൽത്താൻസ് ലൈക്ക് അവർ മാറി മാറിയായിരിക്കും ഓരോ 5 years കൂടുമ്പോൾ ഇവിടുത്തെ കിങ് ആവുന്നത്. ആൻഡ് അവരുടെ കാലശേഷം അവരുടെ മക്കളായിരിക്കും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള 4 സ്റ്റേറ്റ്സോ? അപ്പോൾ ബാക്കി 4 സ്റ്റേറ്റ്സിൽ ആൾക്കാരെ എലക്ട് ചെയ്യുന്ന ഗവർണേഴ്സ് ആയിരിക്കും റൂൾ ചെയ്യുക. അവരും 5 years കൂടുമ്പോൾ മാറും. പക്ഷെ അവർ കോമൺ ആൾക്കാരായിരിക്കും. സിറ്റി ടൂറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്ത് എത്തിയിരിക്കുന്നത് ഒരു വാർ മെമ്മോറിയലിലാണ്. ഓക്കെ, വാർ മെമ്മോറിയൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം 3 ഡിഫറെൻറ്റ് ടൈം പീരിയഡ്സ് ആണ്. ഓക്കെ, ഈ ഫസ്റ്റും സെക്കൻഡും സിഗ്നിഫൈ ചെയ്യുന്നത് വേൾഡ് വാർ 1 and 2 ആണ്. ഇത് ഒരു വാർ മെമ്മോറിയൽ ആണെങ്കിൽ തന്നെ ഇവിടെ ഒരു ഡെഡ് ബോഡീസ് ഒന്നും ഇല്ല. കാരണം ഇവിടെ വാർ ഇതുവരെ നടന്നിട്ടില്ല മലേഷ്യയിൽ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ. പിന്നെ കുറച്ച് പേരുകളുണ്ട്, ഒത്തി വെച്ചിട്ടുണ്ട് പേര്. ഇത് ഓരോരോ വാറിൽ ആൾക്കാരുടെ സോൾജേഴ്സ് മാർട്ടിയേഴ്സിൻ്റെയാണ്. ആൻഡ് അതിൽ കുറച്ച് ഇന്ത്യൻസിൻ്റെ പേര് ഇന്ത്യൻസിന്റെ പേരുണ്ട്. ഇതാണ് മലേഷ്യയിലെ നാഷണൽ എംബ്ലം. ഓക്കെ, ഈ നാഷണൽ എംബ്ലത്തിൽ ഈ 3 കണ്ടോ, 3 സ്പെസിഫൈ ചെയ്യുന്നത് ഇവിടുത്തെ റിലീജിയൻ, മേജർ പോപ്പുലേഷൻ ഉള്ള റിലീജിയൻ ആയിട്ടുള്ള ഇസ്ലാമാണ്. ആൻഡ് ആ സ്റ്റാർസിൽ 14 സ്പൈക്സ് ഉണ്ട്. ആൻഡ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ 14 സ്റ്റേറ്റ്സിനെയാണ്. പിന്നെ കളേഴ്സ് നോക്കുകയാണ്, ടൈഗറിന്റെ കളർ നോക്കുകയാണെങ്കിൽ ഫുൾ ബ്രൈറ്റ് കളേഴ്സ് ആണ്. ഈ ബ്രൈറ്റ് കളേഴ്സ് ആൾക്കാരെ അട്രാക്ഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ മലേഷ്യയിലെ ഫ്ലാഗ് നോക്കുകയാണെങ്കിൽ തന്നെ ബ്രിട്ടീഷ് ഫ്ലാഗ്സ് ആയിട്ട് ഭയങ്കരമായിട്ട്
കോമൺ ആയിട്ടുണ്ട്. ആൻഡ് ഇതിലുള്ള യെല്ലോ കളർ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോയൽറ്റിയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കോലാലംപൂരിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. ആൻഡ് ഈ കാണുന്ന ആ വൈറ്റ് പോളാണ് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്ലാഗ് പോൾ. ആൻഡ് ഈ ഒരു ഏരിയ ആണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ.